ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ നമ്മൾ സഭയിൽ കണ്ടത് ആ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തൃശ്ശൂരിൻ്റെ കണക്കുകൾ വെച്ചാണ് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കണ്ണൂരിൻ്റെ കണക്ക് പറഞ്ഞും ആ പ്രതിഷേധത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ പ്രതിരോധത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണോ മുഖ്യമന്ത്രിയുടെ ശ്രമം? അത് വിജയിക്കുമോ? നോക്കൂ, കണക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം കണക്കിലെ കളികൾ മാത്രമല്ല. നമ്മളിപ്പോഴും പറയാറുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഒന്നും ചേർന്നാൽ രണ്ടല്ല എന്ന് പറയും. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി എന്താണെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് 2% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1.25% വോട്ടാണ് കുറഞ്ഞത്. നിങ്ങൾക്ക് 6 ലക്ഷം വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 5 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. ആ അർത്ഥത്തിൽ നഷ്ടം വന്നിരിക്കുന്നത് UDF-നാണ് എന്ന് മുഖ്യമന്ത്രി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ എന്താ പറഞ്ഞത്? അവിടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ട് കുറഞ്ഞത്, മറ്റു മന്ത്രിമാരുടെ മണ്ഡലത്തിലെ വോട്ട് കുറഞ്ഞത്, ഓരോ ബൂത്തിലെയും വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് തിരിച്ചു പറയുന്നു. നോക്കൂ, ഇങ്ങനെ ഓരോ ബൂത്തിലെയും കണക്കെടുത്ത് വെച്ച് പരിശോധിച്ചാലൊന്നും രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുന്നൊരു പ്രക്രിയ അല്ല അത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിലെ മനുഷ്യന്മാർ ഈ യാന്ത്രികമായി വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി യാന്ത്രികമായി പോളിംഗ് ബൂത്തിലെത്തി യാന്ത്രികമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പരിപാടിയല്ല. അവരൊരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ അനലൈസ് ചെയ്യേണ്ടത് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമാണ് എവിടെയാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏറ്റവും കൃത്യമായി വിലയിരുത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ ഒരു നോട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൃത്യമായി വിലയിരുത്തിയത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനാണ്. K. സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ന്യൂഡൽഹിയിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞതെന്താണെന്നറിയോ? കേരളത്തിൽ കേവലമായ വോട്ട് ഷിഫ്റ്റ് അല്ല, ആശയപരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നോക്കൂ, K. സുരേന്ദ്രനെ പോലൊരാൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. കേവലമായ വോട്ട് ഷിഫ്റ്റ് അല്ല, ആശയപരമായ മാറ്റമുണ്ടായിരിക്കുന്നു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ആ പ്രശ്നത്തെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ അഭിസംബോധന ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ ബൂത്തിലെയും കണക്കെടുത്തിട്ട് 125 വോട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി, 115 വോട്ടേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, ഞങ്ങൾക്ക് അവിടെ 1001 വോട്ട് കിട്ടി, നിങ്ങൾക്ക് 900 വോട്ടേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഒന്നുകിൽ മനഃപൂർവ്വമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. രണ്ടിലേതോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിലെ UDF, LDF എന്ന് പറയുന്ന രണ്ട് മുന്നണികളുടെ സാമുദായിക ഘടനയൊന്ന് പരിശോധിച്ചാൽ, എക്കാലവും UDF എന്ന് പറയുന്ന മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിലെ മുന്നോക്കക്കാരാണ്. അത് നായർ വിഭാഗമാണ്. ഈ പറയുന്ന K. കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിലേക്ക് നടത്തുന്ന യാത്ര എന്നൊക്കെ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അത് ഈ നായർ വിഭാഗത്തെ വലിയ രീതിയിൽ കോൺഗ്രസുമായി അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റൊരു ശക്തി എന്തായിരുന്നു? കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളായിരുന്നു. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളും UDF-നോടൊപ്പം നിന്നു. അതായിരുന്നു UDF-ൻ്റെ സാമുദായിക ഘടന. LDF-ൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? LDF-ൻ്റെ കാര്യത്തിൽ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ, അതായത് ഈഴവ വിഭാഗം, അതുപോലെ തന്നെ ദളിതരായിട്ടുള്ള വിഭാഗങ്ങൾ, മറ്റ് അധസ്ഥി വിഭാഗങ്ങൾ, ഇവരൊക്കെ ആയിരുന്നു LDF-ൻ്റെ ശക്തി എന്ന് പറയുന്നത്. 1975 കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് SRP എന്നാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആ പാർട്ടി എങ്ങനെയാണ് ഉണ്ടായെന്നറിയാവോ? അത് SNDP യോഗം നേരിട്ടുണ്ടാക്കിയൊരു പാർട്ടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ BDJS പോലെയല്ല. BDJS-നെ SNDP യോഗം ഓൺ ചെയ്യുന്നില്ല. പക്ഷേ SRP എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയല്ല. SRP SNDP യോഗം നേരിട്ട് കൊടുത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ കാര്യം എന്താ? അവിടെ NSS ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, NDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെയും KP രാമേന്ദ്രൻ നായരുടെയൊക്കെ നേതൃത്വത്തിൽ NDP ഉണ്ടായത് 1974-ലാണ്. അപ്പോൾ SNDP-കാർക്ക് തോന്നി നമുക്കൊരു പാർട്ടി വേണമല്ലോ എന്ന് തോന്നി. അങ്ങനെ SRP എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ചെറിയൊരു മാറ്റമല്ല രാഷ്ട്രീയ രംഗത്ത് ഈ NDP-യും SNDP-യുടെ പാർട്ടിയായിട്ടുള്ള SRP ഉണ്ടാക്കിയത്. NDP-ക്ക് 5 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് 1980-ലെ തെരഞ്ഞെടുപ്പിൽ. SRP-ക്ക് 2 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഏതൊക്കെയാണ്? കരുനാഗപ്പള്ളിയും കോട്ടയവും. ഈ രണ്ട് പാർട്ടികളും ആരോടൊപ്പം നിന്നതെന്നറിയാമോ? കേരളത്തിൽ UDF മുന്നണിയുടെ ഭാഗമായിരുന്നു. UDF മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഈഴവ സംഘടനയായ SNDP-യുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SRP, കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ജസ്റ്റിസ് ശ്രീനിവാസൻ എന്ന് പറയുന്ന SRP-യുടെ നേതാവായിട്ടുള്ള കോട്ടയത്ത് നിന്ന് വിജയിച്ച MLA എക്സൈസ് മന്ത്രിയായിരുന്നു കരുണാകരൻ്റെ മന്ത്രിസഭയിൽ. ആ SRP എന്നുള്ള പാർട്ടി ഇന്നെവിടെ? NDP എന്നുള്ള പാർട്ടി എവിടെ? 1996 ഈ രണ്ട് പാർട്ടികളും അപ്രത്യക്ഷമായി. പക്ഷേ ഈ SRP എന്ന് പറഞ്ഞ പാർട്ടി വന്നിട്ട് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എപ്പോഴും നമ്മൾ പറയുമല്ലോ, ഇടതുപക്ഷത്തിൻ്റെ സ്ട്രോങ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിന്നാക്ക ഈഴവ വിഭാഗങ്ങളും മറ്റ് സമുദായങ്ങളുമാണ്, അധസ്ഥിതരാണ്, ആ ദളിത് വിഭാഗങ്ങളാണ്. അപ്പോൾ ആ വിഭാഗങ്ങളിൽ ഒരു ചോർച്ചയും ഉണ്ടാക്കാൻ SRP-ക്ക് കഴിഞ്ഞില്ല. അതേപോലെ NDP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ നായന്മാരെ മുഴുവൻ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ കോൺഗ്രസിൽ നിന്ന് നായർ വിഭാഗങ്ങളെ അടർത്തി മാറ്റാനും കഴിഞ്ഞില്ല. അങ്ങനെ NDP-യും SRP-യും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
നോക്കൂ, കേരളത്തിൽ BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റായിരുന്നു ഈ BDJS എന്ന് പറയുന്നത്. BDJS എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യം BDJSഉം SNDP ആയിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ്. പക്ഷേ പല സമ്മർദ്ദങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് എന്നൊരു യാത്ര നടത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമല്ലോ, 2015 സമത്വ മുന്നേറ്റ യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര്. ആ യാത്ര ശംഖുമുഖം കടപ്പുറത്ത് അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടിക്ക് പേരിട്ടു. എന്താണ്? ഭാരത ധർമ്മ ജനസേന, BDJS. അതിൻ്റെ ഫ്ലാഗും അദ്ദേഹമാണ് ഉയർത്തി കാണിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ ആ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആ BDJS ശരിക്കും പറഞ്ഞാൽ SNDPയുടെ പ്രോജക്റ്റ് അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെയോ തുഷാർ വെള്ളാപ്പള്ളിയുടെയോ പ്രോജക്റ്റ് അല്ല. അത് ശരിക്കും BJPയുടെ പ്രോജക്റ്റാണ്. എന്തിനാണ്? ഈഴവ വിഭാഗങ്ങളിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കണം. അത് വലിയ പ്രയാസമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈഴവ ജനവിഭാഗം എന്ന് പറയുന്നത് അങ്ങേയറ്റം കമ്മിറ്റഡാണ് CPMനോടും ഇടതുപക്ഷത്തോടും. കാരണം അവരുടെ അധസ്ഥിതമായ അവസ്ഥയിൽ നിന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ പറയുന്ന CPM എന്ന് പറയുന്നത്, CPI എന്ന് പറയുന്നത്. അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് ആ സമുദായത്തിന് ചെറുതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, 2015 തുടങ്ങിയ ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. 16 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഒരു 4% വോട്ട് BDJSന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 19 നടന്ന തെരഞ്ഞെടുപ്പിലും പിന്നീട് 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2% താഴെയാണ് അവരുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. വലിയ മാറ്റമൊന്നും BDJS ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, അതായത് 9 വർഷം കഴിയുമ്പോൾ ആ ഈഴവ സമുദായത്തിൽ നിന്നൊരു നല്ല വിഭാഗം CPMൽ നിന്ന് പൊളിറ്റിക്കലി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? നേരെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ BDJSൻ്റെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പിന്നെ ശംഖുമുഖത്ത് അവസാനിച്ച് ഈ സമത്വ മുന്നേറ്റ യാത്രയുടെ മുഖ്യ സംഘാടകരായിരുന്നു അറിയാമോ? RSSകാരായിരുന്നു. RSSകാരാണ് ആ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് വളരെ കൃത്യമായിട്ട് അവർ ഈ ശാഖായോഗങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ടാക്കി ആ രീതിയിലാണ് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വികസിപ്പിച്ചു കൊണ്ടുവന്നത്. 10 വർഷം കൊണ്ട് അത് റിസൾട്ട് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നത്. ഈ ആശയപരമായ മാറ്റത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. എന്താണ് കേരളത്തിൻ്റെ ഈ മുന്നണി സംവിധാനങ്ങളിൽ നിലപാടെടുത്ത് നിന്നിരുന്ന സാമുദായിക ഘടനകളിൽ എങ്ങനെ മാറ്റം വന്നിരിക്കുന്നു? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴ എൻ്റെ നാടാണ്, എനിക്കറിയാം ആലപ്പുഴയിലെ ഈ ഈഴവ് വിഭാഗത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയത് BJP എവിടെയാണ്? ആലപ്പുഴയിലാണ്. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ്. വെള്ളാപ്പള്ളി നടേശനാണല്ലോ അതിൻ്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട്. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ 11% വോട്ട് വർധനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് വർധന ഉണ്ടായിരിക്കുന്ന ആലപ്പുഴയിലാണെന്നേ. അത് മാത്രമാണ് ഈ പുന്നപ്ര വയലാർ സ്മാരകം നിൽക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ NDAയും CPMും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രയാണ്? 110 വോട്ട്. കായംകുളത്ത്, ഹരിപ്പാട്ട്, ചേർത്തല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ CPMന് വലിയ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ 3ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തേക്കും പോയിരിക്കുകയാണ് ആരിഫ് എന്ന് പറയുന്നത്. 2 പഞ്ചായത്തുകളിൽ, പത്തിയൂർ പഞ്ചായത്തിലും ചെറ്റുകുളങ്ങര പഞ്ചായത്തിലും 3ാം സ്ഥാനത്താണ് CPM. ഈ രീതിയിലൊരു വലിയ ഷിഫ്റ്റ് അവിടെ ഉണ്ടായിരിക്കുന്നു. ആലപ്പുഴ മാത്രം എടുക്കേണ്ട, ആറ്റിങ്ങിലും അങ്ങനെ തന്നെയാണല്ലോ. ആറ്റിങ്ങിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയ 16,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് V ജോയിയും V മുരളീധരനും തമ്മിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, 17,000 16,000 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ മുന്നേറ്റം BDJSലൂടെ നുഴഞ്ഞു കയറി ഒരു എന്താ പറയുക ഈഴോ വിഭാഗങ്ങളിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ് കേരളത്തിലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി നിങ്ങൾക്ക് 2% കിട്ടി കുറഞ്ഞു, ഞങ്ങൾക്ക് 1.25 കുറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് 6 ലക്ഷം കുറഞ്ഞു, ഞങ്ങൾക്ക് 5 ലക്ഷമേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കണക്ക് വെച്ചിട്ടുള്ള കളികൾക്കപ്പുറത്ത് കേരളം മാറി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ഈ രാഷ്ട്രീയ ബോധത്തിനകത്ത് സാമുദായിക സംഘടനകൾ എടുത്തിരുന്ന നിലപാടുകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ആ വ്യത്യാസമെന്ന് പറയുന്നത് വോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ വോട്ടെന്ന് പറയുന്നത് ഒരു 3ാം ചേരിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്താണ് യഥാർത്ഥത്തിൽ അഭിസംബോധന ചെയ്യേണ്ടത്. അല്ലാതെ ഗുരുവായൂരിലെ കണക്ക്, ഒല്ലൂരിലെ കണക്ക്, മണലൂരിലെ കണക്ക്, അത് തിരിച്ച് അന്തിക്കാടിലെ കണക്ക്, കല്യാശ്ശേരിയിലെ കണക്ക്, ധർമ്മടത്തെ കണക്ക്, മട്ടന്നൂരിലെ കണക്ക്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിന്നാൽ മറ്റൊരു ചേരി ശക്തിപ്പെട്ടു വരുന്നതിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നില്ല. ഒന്നുകിൽ നമ്മളെ പറ്റിക്കുകയാണ് ഇവർ രണ്ടും കൂടി ചേർന്ന്. കാരണം വെച്ചാൽ ഇവർക്ക് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ബോധ്യമുണ്ട്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ തുറന്നു പറയാതെ കണക്കിലെ കളികൾ മാത്രം അവതരിപ്പിച്ച് ജനങ്ങളെ വീണ്ടും പറ്റിക്കാമെന്ന് ഈ ഇരു മുന്നണികളും വിചാരിക്കേണ്ട. കാരണം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ് കേരളത്തിലുള്ളവർ. അവർ ഈ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയും കൃത്യമായ വിലയിരുത്തലുകളിലേക്ക് എത്തുകയും ചെയ്യും. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടോ, ഈ 2015 BDJS ഉണ്ടായതിനു ശേഷമേ 2016 വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സേനയുടെ സെക്യൂരിറ്റി കൊടുത്തിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ആ സെക്യൂരിറ്റി ഉണ്ട്. ബൈക്കാറ്റ് എന്താ കാര്യം എന്നറിയോ? 2016 ഈ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ഈ സെക്യൂരിറ്റി കൊടുക്കാനുള്ള കാരണം പറഞ്ഞത് കോയമ്പത്തൂർ അൽ ഉമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, മുസ്ലിം സംഘടനയാണ്.
ആ സംഘടന ഇദ്ദേഹത്തിന് ഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന വൈ കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്തത്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല വെള്ളാപ്പള്ളി നടേശൻ ഈ മുസ്ലിം വിരോധം പറയുന്നതെന്നേ. 2014 സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ ആ സമയം മുതൽ ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയുടെ ത്രെട്ട് ഉണ്ടാകണമെങ്കിൽ അപ്പോൾ മുതൽ അദ്ദേഹം മുസ്ലിം വിരോധം പറഞ്ഞു തുടങ്ങണമല്ലോ. ഞാൻ ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ട്, എത്രയോ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് തുടർച്ചയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ നേട്ടങ്ങളും ഈ പറയുന്ന സംഘടിത വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ മുസ്ലിം വിരോധം തുടർച്ചയായി അദ്ദേഹം പറയുന്നത്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയാറുള്ളത്, കൂടുതലായി ഉന്നയിക്കാറുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടുന്നതിൽ, അധിക സീറ്റുകൾ നേടുന്നതിൽ, അധിക സ്ഥാപനങ്ങൾ നേടുന്നതിലൊക്കെ മുസ്ലിങ്ങൾ ഒരു സംഘടിത വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അവരുടെ നേട്ടം കൊയ്യുന്നു. അതിന് LDFും UDFും ഒരുപോലെ വഴിപ്പെടുന്നു, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നുള്ള ആശയം കഴിഞ്ഞ 9 വർഷമായി 8 വർഷമായി വെള്ളാപ്പള്ളി നടേശൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമുദായത്തിനകത്ത്. ഇപ്പം എന്താ സംഭവം? കൃത്യമായ മുസ്ലിം വിരോധം ഈഴവ കമ്മ്യൂണിറ്റിക്കകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് എന്താ നോക്കുക, അവർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന CPM വലിയ രീതിയിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും അവരെ പ്രീണിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഏകപക്ഷീയമായി പോവുകയും ചെയ്യുന്നുള്ളൊരു കാര്യം പടർത്തിവിടാൻ ആ സമുദായത്തിനുള്ളിൽ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടെ ഒറ്റയടിക്കാണ് ആ കമ്മ്യൂണിറ്റി എന്നുള്ള വോട്ട് ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. ഈ വോട്ട് ഷിഫ്റ്റ് കേരളത്തിലെ സാമുദായിക ഘടനയെ മാറ്റുന്ന ഒന്നാണ്, രാഷ്ട്രീയ മുന്നണി ഘടനയെ മാറ്റുന്ന ഒന്നാണ്. അവിടെ അതിൻ്റെ വിജയം കൊയ്തിരിക്കുന്നതും ഇനി മുന്നോട്ട് കൊയ്യാൻ പോകുന്നതും നിശ്ചയമായും BJP ആണ്. അരുൺ, ഈ കഴിഞ്ഞ ദിവസമാണല്ലോ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയിൽ 72 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ 27 മന്ത്രിമാർ ഏത് വിഭാഗത്തിൽ നിന്നാണ് നിങ്ങൾക്കറിയാവോ? OBC വിഭാഗത്തിൽ നിന്നാണ് 27 മന്ത്രിമാർ. 10 മന്ത്രിമാർ വന്നത് ഏത് ഭാഗത്തു നിന്നാണെന്ന് അറിയാമോ? ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നാണ്. 5 മന്ത്രിമാർ വന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ നിന്നാണ്. മൊത്തം കണക്കെടുത്ത് നോക്കിയേ, 42 മന്ത്രിമാർ, അതായത് 72 മന്ത്രിമാരിൽ 42 മന്ത്രിമാർ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളിൽ നിന്നുമാണ് ഭൂരിപക്ഷം മന്ത്രിമാർ. ഇത് BJPയുടെ ഒരു പ്രോജക്റ്റാണ്. നമ്മളിപ്പോൾ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയേ, ഈ ഛത്തീസ്ഗഡിൽ ആരാ മുഖ്യമന്ത്രിയായത്? ട്രൈബായിട്ടുള്ള വിഷ്ണുദിയോ സായി എന്ന് പറയുന്ന ആളാണ് ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ആയത് ആരാ? മോഹൻ യാദവ്, OBC ആണ്. അതേസമയം രാജസ്ഥാനിൽ ആരാ മുഖ്യമന്ത്രിയായത്? ഭജൻലാൽ ശർമ്മ, ബ്രാഹ്മിനാണ്. വലിയ കൃത്യമായൊരു കാസ്റ്റ് കോമ്പിനേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലൊന്നും എടുത്തു നോക്കിയേ, ഇപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി നായരാണ്, അല്ലെ? ജോർജ് കുര്യൻ ക്രിസ്ത്യാനിയാണ്. അതെ, അത് മാത്രമല്ല K സുരേന്ദ്രൻ ഈഴവ വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാവാണ്. ആ രീതിയിലൊരു കാസ്റ്റ് കോമ്പിനേഷൻ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളും പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളും ക്രിസ്ത്യൻസും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ജാതി കോമ്പിനേഷൻ വർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് BJP കേരളത്തിലുള്ളത്. ആ ശ്രമം വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വലിയ വോട്ട് പെർസെൻറ്റേജ് ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. ചെറിയ കാര്യം, 4% വളർച്ച എന്ന് പറയുന്നത് നിസ്സാരമായി കാണണ്ട. ഒരു സീറ്റിൻ്റെ വിജയം നിസ്സാരമായി കാണണ്ട. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വിജയിക്കുന്നു. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കണക്കിലെ കളികൾ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളിരസിക്കുകയാണ് ഈ പറയുന്ന 2 മുന്നണികളും. ആ കാഴ്ചയ്ക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഈ 2 മുന്നണികളും നിങ്ങളുടെ കണ്ണോടിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എങ്കിൽ, ഒരു മൂന്നാം ചേരി എന്ന് പറയുന്നത് 26-ൽ വലിയ ശക്തിയായി കേരളത്തിൽ ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. Meet the editors.